നമസ്കാരം. കേരളത്തിലെ മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കുന്നതോ അതോ തിരസ്കരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഇതേ കണ്ടേ, താനൂർ റെയിൽവേ സ്റ്റേഷൻ. എന്താണ് താനൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അത്ര വലിയ വാർത്തയെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആ റെയിൽവേ സ്റ്റേഷന്റെ പുതിയ മുഖമാണ്, നവീകരിക്കപ്പെട്ടതാണ്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു റെയിൽവേ സ്റ്റേഷൻ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി നവീകരിച്ചിരിക്കുകയാണ്, അത്യാധുനിക സജ്ജീകരണങ്ങളോടെ. വാർത്തയാക്കേണ്ടതല്ലേ? കാര്യം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു കേരള മോഡലാണ്. അവിടുത്തെ MLA ആരെന്ന് പറയുമ്പോഴാണ് എന്തുകൊണ്ട് ഈ വാർത്ത മുക്കി എന്നുള്ള കാര്യം. വി അബ്ദുറഹ്മാൻ മന്ത്രിയാണ്. താനൂർ പഴയ ലീഗിന്റെ കോട്ടയാണ്. 62 വർഷം ലീഗിന്റെ കൈക്കുമ്പിളിലിരുന്ന മണ്ഡലമാണ്. ആ 62 വർഷം കൊണ്ട് താനൂർ റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ താനൂരിലോ എന്ത് മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞാൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. MLA ആയിരുന്ന വ്യക്തികൾക്കും ലീഗിനും വലിയ മാറ്റം ഉണ്ടായി. പലതരത്തിലുള്ള ഫണ്ടുകൾ ലീഗിന്റെ ഓഫീസിലേക്കും MLA പോക്കറ്റിലേക്കുമൊക്കെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ പ്രകടമായ മാറ്റമാണിത്. 172 വർഷത്തെ പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷൻ. ആ റെയിൽവേ സ്റ്റേഷനെയാണ് 2021 മുതൽ പദ്ധതി ആവിഷ്കരിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും അത്യാധുനിക രീതിയിൽ ഇന്നിപ്പോ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മാറ്റമല്ലേ? കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ അറിയാലോ, റെയിൽവേ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഉടമസ്ഥയിലുള്ളതാണ്. ആ ഉടമസ്ഥയിലുള്ളതിനെ ഒരു MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് റെയിൽവേയുടെ ചുമതല കൂടിയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ ഒരു റെയിൽവേ സ്റ്റേഷനെ നാട്ടുകാർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിൽ ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച റെയിൽവേ സ്റ്റേഷനെ പുതുമോടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. എത്രമാത്രം സൗകര്യങ്ങൾ! ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,15,00,000 രൂപ മുടക്കിയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചത്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ. അതായത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വ്യത്യാസമാണ് തുറന്നു കാട്ടുന്നത്. 62 വർഷം ലീഗ് എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി എന്നതിനപ്പുറം താനൂരിനൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തോട് അടുക്കുമ്പോൾ താനൂരിൽ ഉണ്ടാകുന്ന മാറ്റവും. അബ്ദുറഹ്മാൻ എന്ന വ്യക്തി നേരത്തെ UDF ക്യാമ്പിൽ നിന്ന് തെറ്റി ഇടതുപക്ഷത്തേക്ക് വന്നതാണ്. നല്ല രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിലും അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കണമല്ലോ. ഈ നല്ല മനസ്സുള്ളവർ, നാടിന് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവർ ഒടുവിൽ അവിടുത്തെ അവഗണനയിൽ സഹികെട്ട് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന് നേരിന്റെ പാതയിലെത്തി അതിലെത്തിക്കഴിയുമ്പോൾ ആ നാടിന് വേണ്ടി അവർ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് നോക്കിയേ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നടക്കാത്തൊരു കാര്യം ചെയ്യുമ്പോഴാണല്ലോ അതൊരു ചരിത്ര സംഭവമാകുന്നത്. MLA ആസ്തി വികസന ഫണ്ട് എന്ത് കാര്യത്തിന് വിനിയോഗിക്കാം എന്നുള്ള ആലോചനയിൽ നിന്ന് അത് ഈ നാടിന്റെ പൈതൃകം പേറുന്ന, ചരിത്രം പേറുന്ന, അതായത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ നാട്ടിൽ റെയിൽവേ സർവീസ് ആരംഭിക്കുമ്പോൾ അതിൽ താനൂർ റെയിൽവേ സ്റ്റേഷൻ കൂടി ഉൾപ്പെട്ടിരുന്നത് ഒരു ചരിത്രമാണ്. ആ ഒരു റെയിൽവേ സ്റ്റേഷനെ ഇത്രയും കാലം അവഗണിച്ചിട്ടിരുന്നെങ്കിലും അതിന് ഒരു പുതുമോടിയും ചരിത്രത്തിനൊപ്പവും ഈ കാലഘട്ടത്തിന്റെ പരിഷ്കരണത്തിനൊപ്പവും അതിനെ സഞ്ചരിപ്പിക്കണമെന്നൊരു തോന്നലാണ് ഇങ്ങനെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അത് ഒരു വലിയ മാറ്റമല്ലേ? അത് പ്രകടമായിട്ടുള്ള കാഴ്ചയല്ലേ? വാർത്തയാകേണ്ടതല്ലേ? ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ? പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെയൊക്കെ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടാകും. അഭിപ്രായമുണ്ടായാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കില്ല. കാര്യം നമ്മൾ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, ലീഗിന്റെ മാസപ്പടിക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് വാർത്തകൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നെഗറ്റീവ് വന്നിരുന്നെങ്കിൽ വാർത്ത കൊടുക്കാമായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷന്റെ തന്നെ പഴയ ചിത്രങ്ങളൊക്കെ നോക്കി എന്ത് തരം ശോചനീയാവസ്ഥയിലായിരുന്നു. 62 വർഷം അവിടത്തെ ഈറ്റില്ലമാക്കി കൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്താണ് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അതിന് എടുത്തു പറയാൻ ഒരു പേരില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കിയാൽ മതി എന്നൊരു ഒറ്റ ഉത്തരം മതി. എന്താണ് പുതിയ വികസന മോഡൽ എന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാൻ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ, ആസ്തി വികസന ഫണ്ടുകൾ ഏതെങ്കിലുമൊക്കെ റോഡ് നവീകരണമോ പാലം നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റ് KSRTCയുടെ ബിൽഡിംഗ് നിർമ്മാണമോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നിടത്ത് ഒരു പ്രത്യേകതയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നൊരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അത്യാധുനിക രീതിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെ തുടങ്ങിയിരിക്കുന്നത്. വിശാലമായിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്, ടിക്കറ്റ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ലുക്കിൽ ഈ രീതിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നാടിന്റെ തലയെടുപ്പാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഇടത് മോഡൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ അല്ലെങ്കിൽ 8.5 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ കൂടിയാണ് താനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇനി നോക്കിയാൽ കാണാൻ പറ്റുന്നത്. അത് ആ നാടിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരാളുടെ ഇച്ഛാശക്തിയാണ്, ഒരാളുടെ കാഴ്ചപ്പാടാണ്, ആ നാടിന്റെ ചരിത്രത്തോടുള്ള നീതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് അത് വാർത്തയാകേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണെന്ന് പറയേണ്ടി വരുന്നത്.